എറണാകുളം അങ്കമാലി അതിരൂപത പിളർപ്പിലേക്കുന്ന സൂചനകൾ. കടുത്ത നടപടിക്ക് അനുവാദം നൽകി സീറോ മലബാർ സഭ സിനഡ്. എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളായ ഒരു സംഘം മെത്രാന്മാരുടെ ശക്തമായ എതിർപ്പിനെ മറികടന്നാണ് വിമതപക്ഷത്തെ പുരോഹിതർക്കെതിരെ നടപടിയെടുക്കാൻ സിനഡ് അനുവാദം നൽകിയിരിക്കുന്നത്. അതേസമയം മഹറോൻ ശിക്ഷ ഒഴിവാക്കണമെന്ന് കാണിച്ച് ഒരു കൂട്ടം മെത്രാന്മാർ വിയോജന കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സിനഡിൽ ഇത്തവണയും എറണാകുളം അതിരൂപതക്കാരായ മെത്രാന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ്. മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ചോർത്തിയതിനെ തുടർന്ന് വത്തിക്കാൻ ഇടപെടൽ മൂലം മാറ്റിവെച്ച ജൂൺ 14 സിനഡ് 19 ചേർന്നപ്പോഴും കടുത്ത തർക്കവും വാക്കുപോരും തുടരുകയായിരുന്നു. എന്നാൽ വത്തിക്കാൻ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് സിനഡിന്റെ ഏക അജണ്ട എന്ന നിലപാടിൽ ഔദ്യോഗിക പക്ഷം ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതോടെ ഈ മാസം 13 തങ്ങൾ നൽകിയ കത്ത് അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളായ മെത്രാന്മാർ ആവശ്യമുന്നയിച്ചു. ചാന്ത രൂപത മെത്രാൻ എഫ്രൈം നരിക്കുളം, രാജ്കോട്ട് മെത്രാൻ ചിറ്റു പറമ്പിൽ ജോസ്, ഫരീദാബാദ് മെത്രാൻ ഭരണികുളങ്ങര കുര്യാക്കോസ്, മാണ്ഡ്യ മെത്രാൻ എടേന്ദ്രത്ത് സെബാസ്റ്റ്യൻ, ഫരീദാബാദ് സഹായ മെത്രാൻ പുത്തൻവീട്ടിൽ ജോസ് എന്നിവരായിരുന്നു എറണാകുളം വിമതർക്ക് വേണ്ടി പ്രധാനമായും സിനഡിൽ ശബ്ദമുയർത്തിയത്. സിനഡ് ചേരുന്നതിന് മുൻപ് തന്നെ സർക്കുലർ പുറത്തിറങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി ഇവർ സഭാ കൂരിയെ പ്രതിക്കൂട്ടിൽ നിർത്തി. വിമത വിഭാഗത്തോട് സംസാരിച്ച് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ തങ്ങൾക്ക് ഒരു അവസരം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയെന്നും വത്തിക്കാൻ തയ്യാറാക്കി നൽകിയ രേഖ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഏക അജണ്ടയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കുകയായിരുന്നു. ഇത് ഭൂരിപക്ഷം അംഗങ്ങളും അംഗീകരിച്ചതോടെ സിനഡ് സമാപിച്ചു. വത്തിക്കാൻ പ്രഖ്യാപനങ്ങൾക്കായി ഉറ്റുനോക്കുകയാണ് വിശ്വാസികൾ. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മെത്രാനെ നൽകി അതിരൂപത വിഭജിച്ച് മേജർ ആർച്ച് ബിഷപ്പിന് പുതിയ ആസ്ഥാന രൂപത നൽകുന്നതും മാരത്തോൺ കുർബാന നടത്തിയ 34 വൈദികർക്ക് ആദ്യഘട്ടത്തിൽ മഹറോൺ കൽപ്പിക്കുന്നതും സഭാ കുരിയായുടെ പുനഃസംഘടനയും അടക്കം സങ്കീർണമായ പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. എന്താണെങ്കിലും സീറോ മലബാർ സിനഡിന് കീഴടങ്ങില്ലെന്ന വിമത വിഭാഗത്തിന്റെ തീരുമാനം മാറ്റമില്ലാതെ തുടർന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വിമതപക്ഷ ഔദ്യോഗിക പക്ഷ പിളർപ്പല്ലാതെ മറ്റൊരു പോംവഴിയില്ലെന്നും വ്യക്തമാകുകയാണ്. അതാത് ഇടവക വിശ്വാസികളുടെ നിലപാടിനനുസരിച്ചാകും സ്വത്തുവകകൾ കൈമാറുക. എന്നാൽ വത്തിക്കാൻ ഇതിനെല്ലാം സരസമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും മുൻകൂറായി തയ്യാറാക്കി കഴിഞ്ഞെന്നറിയാനാണ് കഴിയുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിനഡ് പക്ഷം തൽക്കാലം പള്ളികൾ പിടിച്ചെടുക്കില്ല. അതിരൂപതയിൽ കത്തോലിക്ക സഭയ്ക്കൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്കായി വികാരിമാരെ നിയമിച്ചു നൽകി അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്താൽ മതിയെന്നാണ് വത്തിക്കാൻ നിലപാട്. ഏതെങ്കിലും ഇടവകകൾ സഭയിൽ തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് മടങ്ങി വരാം. ആരെയും നിർബന്ധിച്ച് കൂടെ നിർത്തില്ല. ഇതുവഴി സാധാരണക്കാരായ ഇടവക വിശ്വാസികൾ സത്യം മനസ്സിലാക്കി കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരുമെന്നും വത്തിക്കാൻ പ്രതീക്ഷിക്കുന്നു. സീറോ മലബാർ മെത്രാന്മാരുമായുള്ള അവസാനഘട്ട കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതും അപ്രകാരമായിരുന്നു. അനുസരിക്കാത്തവർ എല്ലാവരും പുറത്തുപോയി ആവശ്യമെങ്കിൽ അനുദപിച്ച് തിരികെ വരട്ടെ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകീകൃത കുർബാന വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഇനിയും ഈ തർക്കങ്ങൾ കരുതി വരുത്തിയില്ലെങ്കിൽ സഭാവിശ്വാസികൾ തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലുകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.